പ്രൈസ് ദ ലോർഡ്. അമോര്യ രാജാവായ സിപ്പോരിന്റെ മകനായ ബാരാക്ക് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ശപിക്കാനായി ദൈവത്തിന്റെ പ്രവാചകനായ ബിലെയാമിനെ വിളിക്കാനായി തന്റെ ദൂതന്മാരെ അയച്ചു. എന്നാൽ ബിലെയാമിനോട് ദൈവം പോകരുതെന്ന് പറഞ്ഞതുകൊണ്ട് ബിലെയാം അവരോട് കൂടെ പോയില്ല. എന്നാൽ ബാരാക്ക് വീണ്ടും തന്റെ പ്രഭുക്കന്മാരെ ബിലെയാമിന്റെ അടുക്കൽ അയച്ചു. എന്നാൽ ഇപ്രാവശ്യം ബിലെയാം അവരോടൊപ്പം പോയി. ബിലെയാം പോയത് ദൈവകോപത്തിന് കാരണമായി. ബിലെയാം തന്റെ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുമ്പോൾ വഴിയിൽ വാളും പിടിച്ച് ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് കണ്ട കഴുത പേടിച്ച് വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ തിരികെ വഴിയിലേക്ക് കയറ്റാനായി ബിലെയാം അതിനെ അടിച്ചു. പിന്നെയും ദൈവത്തിന്റെ ദൂതൻ രണ്ടു വശവും മതിലുള്ള ഇടുക്കു വഴിയിൽ നിന്നു. ഇത് കണ്ട കഴുത പേടിച്ച് മതിലിനോട് ചേർന്നു. അപ്പോൾ ബിലെയാമിന്റെ കാൽ മതിലിൽ ഞെങ്ങി ഞെരുങ്ങി. അതുകൊണ്ട് ബിലെയാം കഴുതയെ പിന്നെയും അടിച്ചു. വീണ്ടും ദൈവത്തിന്റെ ദൂതൻ വാളും പിടിച്ച് കഴുതയ്ക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ കഴിയാത്ത വഴിയിൽ നിന്നു. ദൂതനെ കണ്ട് പേടിച്ച കഴുത ബിലെയാമിന്റെ താഴെ കിടന്നു. ബിലെയാമിന് വളരെ കോപത്തോടെ കഴുതയെ വീണ്ടും അടി കൊടുത്തു. അപ്പോൾ യഹോവയാം ദൈവം കഴുതയുടെ വായ് തുറന്നു. കഴുത പറഞ്ഞു, നീ 3 പ്രാവശ്യമായി എന്നെ അടിക്കുന്നു. ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അതിന് ബിലെയാം, എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെട്ടിക്കൊന്നേനെ. അപ്പോൾ കഴുത പറഞ്ഞു, ഞാൻ നിന്റെ കഴുതയല്ലേ? ഇത്രയും കാലം നീ എന്റെ പുറത്ത് കയറിയല്ലേ സഞ്ചരിച്ചിരുന്നത്? എപ്പോഴെങ്കിലും ഞാൻ നിന്നോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? അതിനില്ല എന്ന് ബിലെയാം പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാളും പിടിച്ചു നിൽക്കുന്നത് കണ്ട ബിലെയാം ദൂതന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൂതൻ പറഞ്ഞു, കഴുത മാറിപ്പോയതുകൊണ്ട് നിന്നെ ഞാൻ കൊന്നില്ല. നിന്റെ വഴി നാശകരമാണെന്ന് പറഞ്ഞു. അതിന് ബിലെയാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തിരികെ പോകാമെന്ന്. അപ്പോൾ ദൂതൻ പറഞ്ഞു, നീ ഇവരുടെ കൂടെ പൊയ്ക്കോ, പക്ഷേ ഞാൻ പറയുന്നതല്ലാതെ നീ മറ്റൊന്നും പറയരുത്. സമ്മതിച്ച് ബിലെയാം യാത്ര തുടർന്നു. ബാലാക്കിന്റെ അടുത്തെത്തി. ബാലാക്ക് ബിലെയാമിനോട്, നീ എന്റെ രാജ്യത്തുള്ള ദൈവത്തിന്റെ ജനത്തെ ശപിക്കണം എന്ന് പറഞ്ഞു. അതിന് ബിലെയാം പറഞ്ഞു, ദൈവം എന്റെ നാവിൽ തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയി. മടങ്ങി വന്നിട്ട് ബാലാക്ക് പറഞ്ഞതുപോലെ ദൈവജനത്തെ ശപിക്കാതെ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ജനത്തെ അനുഗ്രഹിച്ചു. ഇത് കേട്ട ബാലാക്ക്, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ എന്റെ ശത്രുവിനെ ശപിക്കാനല്ല നിന്നെ വിളിച്ചു വരുത്തിയത്, നീയോ അവരെ അനുഗ്രഹിക്കുന്നു. അതിന് ബിലെയാം പറഞ്ഞു, നീ നിന്റെ ദൂതന്മാരെ എന്റെ അടുക്കൽ അയച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ്, ഒരു വീട് നിറച്ച് എനിക്ക് പൊന്നും വെള്ളിയും തന്നാലും ഞാൻ എന്റെ ദൈവം എന്നോട് പറയുന്നതല്ലാതെ മറ്റൊന്നും പറയില്ലെന്ന്. എന്നാൽ 3 പ്രാവശ്യവും ബാലാക്ക് ദൈവത്തിന്റെ ജനത്തെ ശപിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ദൈവം ബിലെയാമിന്റെ നാവിൽ അവരെ അനുഗ്രഹിക്കുന്ന വചനങ്ങളെ കൊടുത്തു. അങ്ങനെ അവൻ അവരെ അനുഗ്രഹിച്ചു. ഇത് കേട്ടപ്പോൾ ബാലാക്കിന്റെ കോപം ജ്വലിച്ചുകൊണ്ട് കൈ ഞെരിച്ചു. ബിലെയാമിനോട്, എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു, നീയോ ഈ 3 പ്രാവശ്യവും അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. നീ ഇപ്പോൾ തന്നെ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോയ്ക്കോ എന്ന് പറഞ്ഞ് കോപിച്ചു. അതിന് ബിലെയാം പറഞ്ഞു, നീ അയച്ച നിന്റെ ദൂതന്മാരോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, വീട് നിറച്ചെനിക്ക് വെള്ളിയും പൊന്നും തന്നാലും എനിക്ക് സ്വയമായി ഒന്നും തന്നെ പറയാൻ കഴിയില്ല. ദൈവം എന്റെ നാവിൽ തരുന്നതേ എനിക്ക് പറയാൻ കഴിയൂ എന്ന്. ഇപ്പോൾ ഞാൻ മടങ്ങിപ്പോകാം, പക്ഷേ നിനക്ക് ഭാവി കാലത്ത് വളരെ തകർച്ചകളും നഷ്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് അവനെ ശപിച്ചിട്ട് മടങ്ങിപ്പോയി. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ 7:15 അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവേ, മറ്റുള്ളവരെ ദ്രോഹിച്ച് ദൈവത്തിന്റെ കോപത്തിന് കാരണക്കാരായി തീരാതെ ദൈവഹിതപ്രകാരം നന്മ ചെയ്ത്
ദൈവത്തിന് പ്രീതികരമാവണ്ണം ജീവിക്കുവാനുള്ള കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? തീർച്ചയായും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു.